നഗര റോഡുകൾ എന്ന പരമ്പരയിലൂടെ അടുത്തതായി തുറന്നു കാട്ടുന്നത് ആക്കുളം കരിമണൽ റോഡിന്റെ ദുരവസ്ഥയാണ്. മലിനജലം ഒഴുക്കിവിടാനുള്ള നഗരസഭയുടെ നടപടി തകർത്തത് ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശമാണ്. പൈപ്പിടാൻ വേണ്ടി എടുത്ത കുഴി നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. മാലിന്യ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കരിമണൽ റോഡിൽ നഗരസഭാ അധികൃതർ കുഴിയെടുത്തിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ദുരവസ്ഥ. കുഴി നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര ഇരുചക്ര വാഹനക്കാരെ മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും ഭീഷണിയായി മാറുന്നു. 4-5 കൊല്ലം കൊണ്ട് നമ്മൾ സഹിക്കാനത് ഈ ട്രെയിനേജിൻ്റെ പണി തന്നെ, ട്രെയിനേജ് കേബിളുടെ പണി എല്ലാം ഉണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ 4-5 വർഷം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇത് ആദ്യം ഫ്ലാറ്റുകാർക്ക് ഇതിടാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി വലിയ വേസ്റ്റ് ലൈൻ പോകാൻ വേണ്ടി അതിൻ്റെ പൈപ്പ് വെട്ടി കുഴിച്ച് അതങ്ങനെ ഇട്ടിട്ടും പോയി. ലാസ്റ്റിൽ ഇപ്പോൾ കേബിൾ KCB കേബിളുകാർ വെട്ടി അതെല്ലാം കുഴി എടുത്ത് അങ്ങോട്ടും ചെല്ലുമ്പോൾ ഒരു കണ്ടീഷനിലില്ല, അവർ നോക്കുന്നതുമില്ല. വന്ന് ഡെയിലി ഒരു സൈഡ് അടയ്ക്കും, അടുത്ത സൈഡ് അടയ്ക്കും. വണ്ടിക്ക് പോകാനും ഒന്നിനും ഒക്കാത്ത കണ്ടീഷനാണ് കിടക്കുന്നത്. 3-4 വർഷങ്ങൾ 4-5 വർഷം അടുപ്പിച്ചായി. വണ്ടിക്കും പോകാൻ പറ്റില്ല, ആൾക്കാർക്കും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായി കിടക്കുകയാണ്. ഒന്നാമത് വണ്ടി ഫ്ലാറ്റും ഇതെല്ലാം കൂടുതലുള്ള സ്ഥലത്തായതുകൊണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ സ്കൂൾ പിള്ളേർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുടെ എല്ലാം ആണ്. ചെളിയും കുഴിയും നിറഞ്ഞ അവസ്ഥയിലാണ് കരിമണൽ റോഡ്. നിരവധി യാത്രക്കാരാണ് ദിവസേന ഈ റോഡിനെ ആശ്രയിക്കുന്നത്. റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം നിരവധി അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. റോഡിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുവഴി പോകാൻ പറ്റില്ല. ഇത് കറക്റ്റ് അവിടെ നിന്ന് കറങ്ങി വരാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ദൂരം കറങ്ങി വരികയാണ്. എത്ര നാളുകൊണ്ടാണ് പണി നടക്കാമെന്ന് അറിഞ്ഞൂടാ. അത് ഇന്ന് തീരും നാളെ തീരും എന്ന് പറയണല്ലാതെ ഏകദേശം 2 വർഷം പുറത്താവും തോന്നുന്നു എല്ലാ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട്. അവിടെ തൊട്ട് അറ്റം വരെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പോയാലും അത് തന്നെ പാടാണ്. പണി പോകാനും ആൾക്കാർക്ക് നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. ഇന്നലെ ആയപ്പോൾ അവിടെ കുറേ ചെളിയും വാരിയിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികൾ സ്കൂളിലും അതിലൊക്കെ ഇങ്ങോട്ട് ഇതുവഴിയാണ് പോകുന്നത്. അതുപോലും ബുദ്ധിമുട്ടായിട്ട് വരികയാണ് അവർ. കോർപ്പറേഷനിലെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകുന്നു, അത്ര തന്നെ. അല്ല വേറെ ഒന്നും ചെയ്യുന്നില്ല അവർ. 21ഓളം ബസ് സർവീസ് ഉണ്ടായിരുന്ന റോഡാണ് ഇങ്ങനെ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നത്. പൈപ്പിടുന്നതിന് വേണ്ടി രാത്രികാലങ്ങളിൽ യന്ത്രസാമഗ്രികളുടെ ഉപയോഗം നിമിത്തം രോഗികളായ സമീപവാസികളുടെ ഉറക്കം കെടുത്തുന്നതായുള്ള പരാതികളും ഉയരുന്നു. ഇതൊരു 4 വർഷമാകും ജോലി ഇവിടെ നടക്കണില്ലെന്ന് വേണം പറയാൻ. അപ്പോഴപ്പോഴായിട്ട് വരും, ചെയ്യും, അങ്ങ് കളഞ്ഞിട്ട് പോകും. എന്തൊരു ബുദ്ധിമുട്ട് കൂടെ. എത്ര ട്രിപ്പ് ബസ് ഓടിക്കൊണ്ടിരുന്നാലും എല്ലാം നിർത്തി. 24 ബസ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. 24 കുഴിവള ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ. ഇപ്പം കണ്ടില്ല, മൂടി കെട്ടി വെച്ചത് കണ്ട, ജോലി ചെയ്യില്ല. ഇവിടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥകൾ വരും, നേരത്തെ വന്നിട്ട് പോയി. നേരത്തെ വന്ന് ആ മലക്കറി, ഇവിടെ ഒരു മലക്കറി കടയില്ലേ, അയാളുമായിട്ടൊക്കെ ഉടക്കണുണ്ട്. എന്തിനാ അവനും കച്ചവടം ചെയ്യാന്ന് പറഞ്ഞില്ല. അവൻ്റെ നടയെ കൊണ്ട് മിഷ്യനൊക്കെ വെച്ച്. അല്ല, പാർട്ടിക്കാർ പിന്നെ ഇതിന് വരില്ല. കാര്യം അവരെയൊക്കെ ഇവർ സ്വാധീനിച്ചിട്ടേക്കില്ലേ. അവരൊന്നും വരില്ല. അവരെ ആൾക്കാരുണ്ട് പാർട്ടിക്കാർ, അവരൊന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോകും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. കുഴിവിള, പൗണ്ട് കടവ്, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് പൊതുജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഈ റോഡിലെ പണികൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു തീർക്കണമെന്ന് പരാതികൾ ഉയർന്നിട്ടും കരാറുകാരനോ ബന്ധപ്പെട്ട അധികാരികളോ നടപടി സ്വീകരിച്ചില്ല. ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ, യോഗനാഥ് ന്യൂസ്, തിരുവനന്തപുരം.